ഡോക്ടർ ബി രാമമൂർത്തിയുടെ ഒരു വരി ഞാൻ പറയാം. ഭാരതീയമായ ഏത് അറിവുകളും ശാസ്ത്രമാണെന്നല്ല, സയൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആധുനിക ശാസ്ത്രം ഇനിയും ഒരു 25 വർഷം വളരേണ്ടിയിരിക്കുന്നു. ആധുനിക ശാസ്ത്രം ഇനിയും ഒരു 25 വർഷം വളർന്നാലേ ഭാരതീയമായ ചിന്താധാരകള് ശാസ്ത്രീയമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ജ്യോതിഷത്തിന്റെ കാര്യത്തിലും അത് തന്നെ. പക്ഷേ ജർമ്മനി അക്സെപ്റ്റ് ചെയ്തു. ഏത് ബാങ്കില് കാഷ്യറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോഴും ജർമ്മനിയില് 11ാം ഭാവാധിപതി 12-ലുണ്ടോ എന്ന് നോക്കിയിട്ടേ അവനെ കാഷ്യർ ആക്കുള്ളൂ. അത് ഉറപ്പാ. 11ാം ഭാവാധിപതി 12-ലുണ്ടെങ്കിൽ അവൻ കുറച്ചെങ്കിലും കക്കാതിരിക്കില്ല. അത് അവൻ്റെ അച്ഛനമ്മമാരുടെയോ അവൻ്റെയോ കുഴപ്പമല്ല, കുഴപ്പം ജാതകത്തിൻ്റെതാണ്. സിമ്പിളാണ്. ദേശാടനം എന്ന സിനിമയില് ആ പയ്യനെ സന്യാസിയാക്കുന്നത് ആ സ്വാമി പറയുന്നത് അറിയാലോ. തെക്കേമഠത്തിലെ സ്വാമിയാരെന്തെന്നാ പറഞ്ഞത്? അവൻ്റെ ജാതകം ഒന്ന് തരിക, യോഗം സന്യാസയോഗം ഉണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം, സന്യാസയോഗമില്ല എങ്കിൽ ഇവിടെ വെറുതെ കൊണ്ടിരുത്തിയിട്ട് പ്രയോജനമില്ല. സന്യാസയോഗം ഉണ്ടെങ്കിൽ അവൻ ഒരാഴ്ച വരട്ടെ, തിരിച്ചവൻ വീട്ടിൽ പോവും, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വരാതിരിക്കില്ല. ആ സ്വാമിയെയാണ് യുക്തിവാദി ചന്തിക്കടിക്കണമെന്ന് പറഞ്ഞൊരു വരി അതിനകത്ത് കോൺവെർസേഷൻ ഉണ്ട്. നല്ല രസമാണ്, വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? മക്കളെ പാട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള അച്ഛനമ്മമാര് നേരെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാട്ട് പഠിപ്പിക്കുമ്പോൾ ചിരട്ട നിലത്തൊരച്ച ശബ്ദമാണെങ്കിലും മക്കൾക്ക് പാട്ട് പഠിക്കാൻ യോഗ്യത ഉണ്ടാകണമെങ്കിൽ 2ാം ഭാവത്തിൽ ശുക്രൻ വേണം. ശുക്രന്റെ ദൃഷ്ടിയെങ്കിലും ഉണ്ടാകണം. 2ാം ഭാവാധിപതി ശുക്രനായാൽ തീർച്ചയാണ്, ഒരു സംശയമില്ല, ആ കുട്ടിക്ക് പാട്ട് പഠിക്കാൻ യോഗ്യതയുണ്ട്. ലഗ്നത്തില് ശുക്രനുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ശരീരം ഭരതനാട്യം പഠിക്കാനും മോഹിനിയാട്ടത്തിനുമൊക്കെ കുറേയൊക്കെ യോഗ്യത ഉണ്ടാകും. 10ാം ഭാവത്തിൽ ശുക്രനുണ്ടെങ്കിൽ ജോലി കള്ള് ഷോപ്പിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അത് ചെറിയ കള്ള് ഷാപ്പിലാണോ മുകളിലത്തെ കള്ള് ഷാപ്പിലാണോ എന്നുള്ളത് അവനവനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആ ശുക്രൻ 12-ലുണ്ടെങ്കിൽ ഇയാൾ തൊലയുന്നത്, വീട്ടിനകത്ത് ആളെ കണ്ടില്ലെങ്കിൽ പറയാൻ സാധിക്കും അപ്പുറത്തെ ഷോപ്പിലുണ്ട്. അവിടെ ഉണ്ടാകാതിരിക്കില്ല. എന്താ കാരണം? ശുക്രൻ 12-ലുണ്ട് എന്ന് സിമ്പിളായിട്ട് പറയാം. വീണ്ടും ഞാൻ പറയുന്നു, അന്ധമായിട്ട് ഫോളോ ചെയ്യരുത്. ആൻ ആൾട്ടർനേറ്റീവ് ഫോർ അസ്. ഇത് ജ്യോതിഷത്തിൻ്റെ പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നത്. നന്മകൾ ഒരു വ്യക്തിയെ MBBS പഠിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയെ കൊണ്ടുപോയി MBBS ചേർക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്കത് മടുക്കുക. എന്നിട്ട് അച്ഛനും അമ്മയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തൂങ്ങിച്ചാവാനും നേരെ മുകളിൽ നിന്ന് ചാടാനും പോവുക. അതിന് പകരം ഇയാളുടെ ശുക്രനും രാഹുവും ശനിയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇയാൾക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഒരു വിഷമവും ഇല്ല. 15 മിനിറ്റ്. നിങ്ങൾക്കറിയാലോ, നമ്മളെല്ലാം TV-യുടെ മുമ്പിൽ മായമ്മയെ കാണാനും അതുപോലെ ഓർമ്മയെ കാണാനും ഓമനത്തിങ്കൾ പക്ഷിയൊക്കെ ഇത്രയും അഡ്വർടൈസ്മെന്റുകളൊക്കെ കാണാനും വേണ്ടിയിരിക്കുന്ന കൂട്ടത്തിൽ ഒരു 15 മിനിറ്റ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, പണ്ടത്തെ മാതിരിയുള്ള ജ്യോതിഷന്മാരല്ല എന്നുള്ളത്. അതിപ്രഗത്ഭരായവരുണ്ട്. തിരുവനന്തപുരത്ത് വന്നാൽ ഡോക്ടർ ധർമ്മരാജയ്യര് കെമിസ്ട്രിയുടെ ഡീനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. 10-40 കുട്ടികൾക്ക് PhD കെമിസ്ട്രിയിൽ എടുത്തുകൊടുത്ത ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം. പ്രൊഫസർ മാധവൻ, ഡോക്ടർ മാധവൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. പ്രൊഫസർ P നാരായണപിള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അനവധി പേർക്ക് PhD കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഡോക്ടർ നമ്പ്യാര് VSSCയിലെ സീനിയർ സയന്റിസ്റ്റാണ്. ഇതാരുടെയും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് മഹത്വവൽക്കരിക്കല്ല. ലോജിക്കലിയും റാഷണലിയും എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കുന്നവര് ത്രൂ ഔട്ട് കേരളയിൽ നിന്നുണ്ട്. അവരുടെ അടുത്ത് അൺകണ്ടീഷണലി പോവാ. അവർ പറയുന്നത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇതിനകത്ത് ആത്മീയതയില്ല, ഇതിനകത്ത് മതമില്ല, ഇതിനകത്ത് നിങ്ങൾ ധരിക്കുന്ന ഒരു ദുരാചാരവും അന്ധവിശ്വാസവും ഇല്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഞാൻ എടുക്കും, അല്ലാത്തത് തിരസ്കരിക്കും, അത് കീറിക്കളയുമെന്ന ചങ്കൂറ്റത്തോടു കൂടി പോയാൽ
ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കാര്യം കൂടി ഓർക്കാം, പുട്ടിൻ അദ്ദേഹത്തിന് ജ്യോതിഷിയുണ്ട്, ജ്യോതിഷിയുണ്ട്. സുൽത്താൻ ഓഫ് ഒമാൻ മലപ്പുറംകാരനാ ജ്യോതിഷൻ. എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ധരിക്കുന്ന മാതിരിയൊന്നുമല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ അസാധാരണമാം വിധം ജ്യോതിഷം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ. പക്ഷെ ഒരു കാര്യം, അവരിതൊന്നും അന്ധമായിട്ടൊന്നും ഫോളോ ചെയ്യാറില്ല. മറ്റു പല ആൾട്ടർനേറ്റീവുകളുടെ കൂട്ടത്തില് ഒരെണ്ണം ജ്യോതിഷം. അതുപോലെയാണ് ആയുർവേദവും. ഓർമ്മിക്കാം, ആയുർവേദം പ്യുവർ സയൻസ്, പാർട്ട്ലി, മുഴുവനും പ്യുവർ സയൻസ് അല്ല, പക്ഷെ ശാസ്ത്രമാണ്. എന്താ കാരണം? ഈ വാത പിത്ത കഫം എന്ന 3 പദം, അത് ഇംഗ്ലീഷ് ഈക്വലന്റ് അതിനില്ല. നിങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇഡ്ഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ ഇഡ്ഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ശ്രമിച്ചിട്ടുണ്ടോ? പറയാൻ സാധ്യമല്ല. ഇഡ്ഡലി ഈസ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ ഈസ് സാമ്പാർ, കാളൻ ഈസ് കാളൻ. ഒരു കാര്യം മാത്രം, KALAN എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാലൻ എന്ന് തോന്നും. അതിന് പകരം ഒന്ന് വരയോ മറ്റോ ഇട്ടിട്ട് കാളൻ എന്നാക്കുക. അങ്ങനെ കാളനെ കുറിച്ച് കാളൻ എന്നേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ത്രിദോഷ സിദ്ധാന്തത്തിന് ഈക്വലന്റ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പരമാബദ്ധം. 3 ഹ്യൂമേഴ്സ് ഓഫ് ദ ബോഡി. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമാശ അല്ലേ? ഹ്യൂമർ എന്ന് പറഞ്ഞാൽ തമാശ അല്ലേ? 3 ഹ്യൂമേഴ്സ് ഓഫ് ദ ബോഡി. ശരീരത്തിനകത്തെ 3 തമാശകള്, വാദം പിത്തം കഫം. എന്താ അതിന്റെ അർത്ഥം? റോസാപ്പൂ നോക്കിയിട്ട് ഭയങ്കര റോസാപ്പൂ എന്ന് പറയുന്ന മാതിരിയാ. എന്നുവെച്ചാൽ ആ റോസാപ്പൂ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ച് പേടിച്ച് വിറച്ചു പോയി. റോസാപ്പൂ കണ്ടിട്ട് ആരെങ്കിലും ഞെട്ടിത്തെറിച്ച് പേടിച്ച് വിറയ്ക്കാറുണ്ടോ? പിന്നെന്തിനാ ഭയങ്കരം എന്ന് പറഞ്ഞത്? ഇനി ഞാൻ ഒരമ്മച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായത്. ഏതമ്മച്ചിയുടെയാണെന്നറിയോ? ഓർമ്മയിൽ വരുന്ന ഗേളി എന്ന അമ്മച്ചിയുടെ ഇന്റർവ്യൂല് വെറുതെ എൻ്റെ മകൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നാമം ജപിക്കണമാതിരി ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, നീ എന്താടാ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? അപ്പം ആ സ്ത്രീ ഭയങ്കരം എന്ന വാക്ക് കഴിഞ്ഞ 5 മിനിറ്റായിട്ട് 87 പ്രാവശ്യം ഉപയോഗിച്ചു. സിനിമാ നടിയാണ്. അതില് അവരിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് പോവാണ്. 87 പ്രാവശ്യം ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിച്ചു. നിനക്ക് അവരുപയോഗിച്ചല്ലേ ഉള്ളൂ, നീ അതിനേക്കാളും ഗതികേടാണല്ലോ ചെയ്തത്. ഇത് എണ്ണിക്കൊണ്ടിരുന്നു. അവരുപയോഗിച്ചു, തീർന്നു. നീ ഇത് നാമം ജപിക്കണമാതിരി എന്തിനാ എണ്ണിക്കൊണ്ടിരുന്നു? അല്ല, ചില വ്യക്തികളുടെ ഭാഷ ഒന്ന് നോക്കുകയായിരുന്നു മകന്. പറ്റിയ പാർട്ടിയാണോ നീ എന്നും പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞു പോയി. ചിലതിനൊന്നും ഈക്വലന്റ് ഇല്ല. ഈ വാത പിത്ത കഫം ത്രിദോഷ സിദ്ധാന്തത്തിലൂടെ ശരീരത്തിനെ ക്ലാസിഫൈ ചെയ്ത് അതിനകത്തേക്ക് കൊടുക്കേണ്ട മരുന്ന് മെഡിസിനൽ പ്ലാന്റിൽ ഉണ്ട് എന്ന ധാരണ തെറ്റ്. എവിടെയാ അബദ്ധം പറ്റിയത്? ഇന്ന് നിർമ്മലാനന്ദഗിരി അതിഗംഭീരമായിട്ട് പറഞ്ഞു, അൺകമ്പയറബിളി ഗ്രേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും മെഡിസിനൽ പ്ലാന്റിൽ മെഡിസിൻ അല്ല ഉള്ളത്, മെഡിസിനായി മാറേണ്ട പ്രിക്കർസറുകളാണ് ഉള്ളത്. മെഡിസിൻ അല്ല, മെഡിസിനായി മാറേണ്ട കോമ്പോണന്റുകളാണുള്ളത്. ആ കോമ്പോണന്റ് നമ്മളുടെ ഋഷി വൈദ്യന്മാർ എന്ത് ചെയ്തു? 1 കഴഞ്ച് ഇരട്ടി മധുരം, 2 കഴഞ്ച് തൂവാള, 2 കഴഞ്ച് തഴുതാമ, അങ്ങനെയുള്ളതെല്ലാം കൂടി ചേർത്ത് ഇടിച്ചു പൊളിച്ച് 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച്, 2 ഇടങ്ങഴി വെള്ളത്തിലിട്ട് തിളപ്പിച്ച്, അത് എങ്ങനെ തിളപ്പിക്കണം? അത് മാവിൻ്റെ ഇല ഉപയോഗിച്ച് തിളപ്പിക്കണം, അല്ലെങ്കിൽ പുളിയുടെ വിറക് ഉപയോഗിച്ച് തിളപ്പിക്കണം. വേറെ കരിങ്ങാലിയോ മറ്റോ ഉള്ളത് ഉപയോഗിച്ച് തിളപ്പിക്കരുത്. കാരണം ടെമ്പറേച്ചർ പുളിയുടെ വിറകിന് 400 ഡിഗ്രിയാണ്, മാവിൻ്റെ ഇലയ്ക്ക് ടെമ്പറേച്ചർ 270 ഡിഗ്രിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ സാൻഡ് ബാത്തിൽ വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ 600 ഡിഗ്രിയാണ്. നേരെ മറിച്ച് പ്ലാവിൻ്റെ വിറക അല്ലെങ്കിൽ വേറെ ഏതിൻ്റെയെങ്കിലും വിറകിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ 800 ഡിഗ്രി ടച്ച് ചെയ്യും. ഇത്രയും ഡിഗ്രിയിൽ ടച്ച് ചെയ്താൽ ഈ മെഡിസിനൽ പ്ലാന്റിൽ ഉണ്ടാകുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ കൺവേർഷൻ തെറ്റും. ഇത് ആർക്കെങ്കിലും അറിയോ? ദൈവാനുഗ്രഹം കൊണ്ട് അറിഞ്ഞൂടാ, ഈശ്വരാനുഗ്രഹം കൊണ്ട് അറിയണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ 2 നെഗറ്റീവ്. ഇവിടെ പറ്റിയിരിക്കുന്ന അബദ്ധം, ആയുർവേദത്തിൽ ചികിത്സിച്ചിട്ട് പ്രയോജനം ഇല്ലെന്ന് പലരും പറയും. ആയുർവേദത്തിൽ ഇപ്പൊ ഫോളോ ചെയ്ത ചികിത്സാ രീതിയിലെ തെറ്റാണത്.
ആയുർവേദം എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. ഭാരതീയ ശാസ്ത്രം എങ്ങനെയുണ്ട്? രോഗിക്കനുസരിച്ചിട്ടുള്ള മരുന്നുണ്ടാക്കുകയാണ് പതിവ്. മരുന്നിനനുസരിച്ചിട്ടുള്ള രോഗിയെ ഉണ്ടാക്കലാണ് ഇംഗ്ലീഷ് സിസ്റ്റം. മരുന്നിനനുസരിച്ചിട്ടുള്ള രോഗിയെ ഉണ്ടാക്കല്. ഈ സാരിഡോൺ കൊടുക്കാവുന്ന രോഗികൾ ആരെല്ലാം? 15 രോഗികളിൽ 6 വാ സാരിഡോൺ തിന്നിട്ട് പോ. അത് ആയുർവേദത്തിന് സാധ്യമല്ല. ആയുർവേദത്തില് തനിക്ക് എത്ര വയസ്സായി? 62 വയസ്സ്. 62 വയസ്സുകാരനും 14 വയസ്സുകാരനും ഒരേ രോഗം. ശരീരപ്രകൃതി വ്യത്യാസമുണ്ട്, വയസ്സ് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് കോമ്പോണന്റുകൾ മാറണം. കോമ്പോണന്റുകൾ എന്തുകൊണ്ട് മാറണം? ഉണ്ടാകുന്ന ഫൈനൽ കെമിക്കലിന്റെ കോമ്പോസിഷൻ മാറണം. ഉണ്ടാകുന്ന ഫൈനൽ കെമിക്കലിന്റെ കോമ്പോസിഷൻ മാറണമെങ്കിൽ ചൂടാക്കുന്ന രീതി, മറ്റു കോമ്പോണന്റുകളുടെ ഘടനയില്, പ്രൊപ്പോർഷനിൽ വ്യത്യാസമുണ്ട്. ഡീപ് സയൻസാണത്. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അവിടെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡ്രാക്കുളയിലെ ബാറ്റ്, ഇതിനെയാണ്, വവ്വാലിനെയാണ്. അവരുടെ ഡ്രസ്സും അതേപോലെയാണ്. പക്ഷെ ഭാരതത്തോട് നല്ല ഭക്തിയുള്ള ഒരമ്മച്ചി UK കണ്ടു. അവരോട് ഇങ്ങനെ ചോദിച്ചു, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പെയിന്റ് ഉപയോഗിച്ച് മാച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോകെമിസ്ട്രി എന്നുള്ള ബയോകെമിസ്ട്രി മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ എന്ന് ആക്കിയിട്ടുണ്ടല്ലോ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അവര് പറഞ്ഞത്, now we are searching for new ideas either from front or from back. We found that lot of scope for Ayurveda, but we do not know exactly how to proceed in that. But one thing we know, it's not the active principles present in the medicinal plant which is giving the curative property. It is something more than that. Something more than that. What is that more than that, madam? That is why we invited you. You should tell us that word. വെറുതെ പറഞ്ഞതാ. അപ്പോൾ ഞാൻ വെറുതെ അവരോട് പറഞ്ഞു, ഞാനിതെല്ലാം ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകൾ ഓരോന്ന് പറഞ്ഞു. പണ്ട് ശരിക്കും പറഞ്ഞാൽ കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസിയിലും കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലും ലാർജ് സ്കെയിലിൽ മരുന്നുണ്ടാക്കുന്നതിൽ 2 പേർക്കും, അതിൻ്റെ ഉടമസ്ഥർക്ക് 2 പേർക്കും വിയോജിപ്പായിരുന്നു. അങ്ങനെ മരുന്നുണ്ടാക്കിയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതല്ല ആയുർവേദം. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചോദ്യം, അങ്ങനെ മരുന്നുണ്ടാക്കി വെച്ചില്ലെങ്കിൽ രോഗം വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? രോഗം വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ, രോഗം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ. ആ രോഗം മാറണമെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തേ മതിയാകൂ. അത് പറ്റില്ല സാറേ. എന്നാൽ ഒരു സംശയമില്ല, ഇംഗ്ലീഷ് മെഡിസിൻ സിസ്റ്റത്തിലേക്ക് പോവാം. പക്ഷെ ഒന്നുണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻ സിസ്റ്റത്തിലും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത മഹാരോഗങ്ങള് ആയുർവേദത്തിന് സാധിക്കും. ഇന്ന് ഉപയോഗിക്കുന്ന ആയുർവേദ ശാസ്ത്രമല്ലാത്ത പന്താവ് ഉപയോഗിച്ചും സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന്റെ റിയൽ പന്താവ് ഉപയോഗിച്ചാൽ വാട്ട് വിൽ ബി ദ എഫക്ട്? ഒരു ചെറിയ എക്സാമ്പിൾ. കാനഡയിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയ്ക്ക് അടുത്തുള്ള ഭാസ്കരൻ, ഡോക്ടർ ഭാസ്കരൻ എന്നാളുടെ വീട്ടിലാണ് താമസിക്കാം. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ആ മകന് ഒരു അസാധാരണ രോഗം. ശരീരം മുഴുവനും ചിലപ്പോ പെട്ടെന്ന് വേദനിക്കുക. ആ വേദന വിവരിക്കാൻ സാധിക്കില്ല. ആ കുട്ടി പൊട്ടി കരഞ്ഞു പെടയും. കാറ്റടിച്ചാൽ പോലും ആ കുട്ടി കരയും. കാറ്റ് ശരീരത്തിൽ മുട്ടുമ്പോൾ വേദന. ഏതാണ്ട് അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് $1,50,000 കാനഡയിൽ ചെലവാക്കി. എല്ലാ ഡോക്ടർമാരും എഴുതി തള്ളി, വി കനോട്ട് ഡു എനിത്തിങ്, വി ഫീൽ ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ. അതായത് ഒരു കുട്ടി വേദന കൊണ്ട് പൊളയുമ്പോൾ സൈക്കോളജിക്കലാണ് എന്ന് വിടുക. അവസാനം ഇവിടെ തൈക്കാട്ടുശ്ശേരിയിൽ വന്ന് ആ നമ്പൂതിരിയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രമിക്കാം, പക്ഷെ ഉറപ്പൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. ഇവിടെ MBBS MD കഴിഞ്ഞ ഡോക്ടർമാരും ഇവിടെയുണ്ട്, ആയുർവേദ ഡോക്ടർമാരും ഇവിടെയുണ്ട്, പൈതൃകമായി ആയുർവേദം പഠിച്ച എന്നെ പോലെയുള്ള യൂസ്ലെസ്സുകളും ഇവിടെയുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, അവരും ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ശ്രമിക്കാം.
കുട്ടിയെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ എൻ്റെ മകൻ്റെ മകനെ പോലെയാ. നീ കുറേ നെയ്യ് കഴിക്കണം, കുറേ കഷായം കുടിക്കണം. ഇതൊന്നും നിനക്ക് ടേസ്റ്റ് പിടിക്കാത്തതാണ്. മോനൊരു കാര്യം ചെയ്യാം, തിരുമേനി അടിയൻ ഞാൻ അദ്ദേഹം തന്നെ പറയാണ്, മോന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാം. 30 ദിവസം കൊണ്ട് രോഗം മാറണം. എന്നിട്ട് നമുക്ക് ചികിത്സ തുടങ്ങാം. മോന്റെ വേദന മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. ഈശ്വരനോട് പ്രാർത്ഥിക്കാം. രാവിലെ മുതൽക്ക് രാത്രി വരെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്. 30 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ സർവ്വ രോഗങ്ങളും അസുഖങ്ങളും മാറി. മാക്സിമം അവർ ചെലവഴിച്ചത് 13,000 റുപ്പീസാണ്. ആ 13,000 രൂപ കൊണ്ട് സകല രോഗവും മാറിയിട്ട് ഡോക്ടർ ഭാസ്കരനെ വിളിച്ച് ഈ തൈക്കാട്ടുശ്ശേരിയിലെ മൂസ് പറഞ്ഞു, അടുത്ത വർഷം ഇതേ മാസം നമ്പർ 1 ഡേ മുതൽക്ക് അങ്ങയുടെ മകൻ ഇവിടെ ഉണ്ടാകണം. ഒരു കാരണവശാലും വരാതിരിക്കരുത്. വരാതിരുന്നാൽ ഒരു ദിവസം തെറ്റിയാൽ ഈ രോഗം അന്ന് 1-ാം ദിവസം പ്രത്യക്ഷപ്പെടും. ഇപ്പൊ 1 മാസവും കൂടി ട്രീറ്റ് ചെയ്താൽ അതും കൂടി ആ ശരീരത്തിന്റെ കോർണറിൽ നിന്നെടുത്ത് മാറ്റിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ മാസം 1-ാം തീയതി തുടങ്ങിയ ദിവസം ഇവിടെ വന്നില്ല എങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും എന്നെ ഉത്തരം പറയരുത്. ഡോക്ടർ ഭാസ്കരൻ നല്ല ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന സീനിയർ ഡോക്ടറേറ്റ് ഉള്ള എഞ്ചിനീയർ ആണ്. 2 ദിവസം മുമ്പ് തന്നെ വന്ന് 1 മാസം പൂർണ്ണമായി ട്രീറ്റ് ചെയ്ത് ഇന്ന് ആ വ്യക്തി ഈ വൈദ്യലോകത്തിന് അത്ഭുതമായിട്ടൊരു പ്രതിഭാസമായി മാറി എന്നൊരു വരി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഒരിക്കലും ചികിത്സിച്ച് ഭേദമാറ്റാൻ സാധ്യമല്ലെന്ന് അമേരിക്കയിലെയും കാനഡയിലെയും സിറ്റിസണുകളായ 2 പേരാണ് അവർ 2 പേരും. അവിടെ മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ്മെന്റ് ഉള്ള സ്ഥിതിക്ക് ഉപയോഗിക്കാവുന്ന സർവ്വ ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് മാറാത്തൊരു രോഗം ഇവിടെ വെച്ച് മാറ്റാൻ സാധിച്ചു. വളരെ ചീപ്പായിട്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇതെങ്ങനെ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും? ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ 4 പ്രമാണമാണ് ആയുർവേദത്തിനുള്ളത്. ഈ 4 വരികൾ നിങ്ങൾ ഓർക്കണം. 1 ശാസ്ത്രം പ്രമാണം, അർത്ഥം നിങ്ങൾക്കറിയാം. 2 പ്രത്യക്ഷം പ്രമാണം, സീയിങ് ഈസ് ബിലീവിങ്. 3 ആപ്തവാക്യം പ്രമാണം, ശ്രേഷ്ഠന്മാർ പറയുന്നതാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത്. 3ാമത്തെ ചോയ്സ്. 4 അനുമാനം പ്രമാണം. ഈ 4 വരികള് മോഡേൺ സയൻസിന്റെ കോൺട്രിബ്യൂഷൻ അല്ല. മോഡേൺ സയൻസ് ഇന്ത്യയിൽ നിന്ന് എടുത്തതാണ്. പ്രത്യക്ഷം പ്രമാണം, അതിനപ്പുറത്ത് ശാസ്ത്രം പ്രമാണം. സയന്റിഫിക് ഒബ്സർവേഷൻ ശാസ്ത്രം പ്രമാണമായിട്ട് എടുക്കുക. പ്രത്യക്ഷം പ്രമാണം 2ാമത്തെ ചോയ്സ്. കാണുന്നത് എന്താണോ അത് വിശ്വസിക്കുക. 3ാമത്തേത് ആപ്തവാക്യം പ്രമാണം, ശ്രേഷ്ഠന്മാരും സ്കോളേഴ്സും വിവരിക്കുന്നത് പ്രമാണമായിട്ട് എടുക്കുക. 4ാമത്തേത് അനുമാനം പ്രമാണം, ഊഹിച്ചെടുക്കുക. ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കാം രോഗമെന്ന് ഊഹിച്ചെടുക്കുന്നത് പോലെ ഊഹിച്ചെടുക്കാൻ സാധിക്കണം. ഇത് 4ഉം മോഡേൺ സയൻസ് അംഗീകരിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ആയുർവേദം അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ ആയുർവേദത്തിന് ട്രീറ്റ്മെന്റിന് വിധേയമാകുമ്പോൾ ആയുർവേദം അറിയാവുന്നവരുടെ അടുത്ത് ചെല്ലണം. അത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നമുക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മഹാരോഗം മാറാൻ ഒരു പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറിലൂടെ പോകേണ്ടി വരും. അത് പോകാൻ വിഷമം വരുന്നത് കൊണ്ടാണ് ആയുർവേദത്തിനെ പലരും പുച്ഛിക്കാറുള്ളത്. ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് ഇന്റഗ്രേറ്റഡ് ആണ്. എല്ലാ മോഡേൺ മെഡിസിനും ട്രീറ്റ് ചെയ്യുന്നത് രോഗത്തെയാണ്. ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത് രോഗിയെയാണ്. എല്ലാ മോഡേൺ മെഡിസിൻ സിസ്റ്റവും രോഗത്തെ ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തില് രോഗിയെ ട്രീറ്റ് ചെയ്യാം. രോഗത്തെ ഇല്ലാതെയാക്കലാണ് മോഡേൺ മെഡിസിന്റെ ലക്ഷ്യം. ആയുർവേദത്തിന്റെ ലക്ഷ്യം രോഗിയില് രോഗത്തെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് രോഗത്തെ ഇല്ലാതെയാക്കാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വാക്ക് തന്നെ മാറി. അലോപതി, അലോ ഓപ്പോസിറ്റ്, പതി ട്രീറ്റ്മെന്റ്, അലോപതി
അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണോ വരുന്നത് അതിന് ഓപ്പോസിറ്റ് അടിക്കുക. സാറേ എനിക്ക് തലവേദന എടുക്കുന്നു, തലവേദനയെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ തലവേദന പോയി. എനിക്ക് വൊമിറ്റിംഗ് വരുന്നു, വൊമിറ്റിങ്ങിനെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുത്തേക്കാം. വയറ് വേദന എടുക്കുന്നു, വയറിനെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വയറ് വേദനയെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുക്കുക. ആയുർവേദ സിദ്ധാന്തം മറ്റൊന്ന് പറയുന്നു. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ തലവേദന സിംറ്റമാണ്, അതിൻ്റെ പുറകിൽ മറ്റൊരു രോഗമുണ്ട്. ആ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ് ചെയ്താൽ തലവേദന തന്നെ പോകും. വൊമിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ വൊമിറ്റിങ്ങിന്റെ കാരണത്തെ ഇല്ലാതെയാക്കിയാൽ വൊമിറ്റിംഗ് നിൽക്കും. വയറുവേദന എടുക്കുന്നുണ്ടെങ്കിൽ വയറുവേദനയുടെ കാരണത്തെ ഇല്ലാതെയായാൽ വയറുവേദന പോകും. ഇത് ആയുർവേദത്തിന്റെ പ്രത്യേകത. അതിഗഹനവും ഗംഭീരവുമായ ആയുർവേദത്തിന്റെ സന്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ ആ പഥ്യം നമുക്കനുസരിക്കാൻ സാധിക്കണം. കാരണം ശരീരത്തിനെ നമ്മൾ ഒരു രോഗത്തെ എതിർക്കാനുള്ള ലെവലിലേക്ക് വളർത്തുകയാണ്. ഒന്നുകൂടി ഓർക്കാം, ഒരിക്കൽ ആയുർവേദ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ശരീരത്തിന് സ്വീകാര്യമായെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 7-8 വർഷം മറ്റു രോഗങ്ങൾ ഉണ്ടാവില്ല. ഏതുപോലെ ഒരു വലിയ പ്രദേശത്ത് പുല്ല് നിറച്ചുമുണ്ട്. ആ പുല്ല് കളയാൻ 2 മെത്തേഡുണ്ട്. പുല്ല് കളയാൻ 2 മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് വാളുപയോഗിച്ച് അങ്ങ് അറുത്ത് കളയുക. മുകളിലുള്ളത് മുഴുവനും പോയി. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരത്തോടു കൂടി പുല്ല് പോയി. രണ്ടാമതൊരു മെത്തേഡുണ്ട്. അതെന്താണത്? അത് കടയോടുകൂടി പറിച്ചു കളയുക. കടയോടുകൂടി പറിച്ചു കളയണമെങ്കിൽ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം തീരില്ല. അത് 7, 8, 9, 10 ദിവസങ്ങൾ വർക്ക് ചെയ്താലേ കടയോടുകൂടി അല്ലെങ്കിൽ വേരോടുകൂടി പിഴുതു കളയാൻ സാധിക്കുള്ളൂ. പക്ഷേ ആദ്യത്തെ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ഒരൊറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് രോഗമുണ്ടാക്കുന്ന റൂട്ട് അടക്കം കളഞ്ഞതുകൊണ്ട് പെട്ടെന്നൊന്നും ഇനി രോഗമുണ്ടാവില്ല. അത് ആയുർവേദത്തിന്റെ മഹത്വം. മൂന്നാമത്തേത് വാസ്തുവിദ്യ. അയോവയിൽ പോയാൽ ഫെയർഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മഹർഷി മഹേഷ് യോഗിയുടെ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലത്ത് എല്ലാ വീടുകളും വാസ്തുപ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ കുറേ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ, നിങ്ങൾക്ക് അവിടെ പോകണം നിർബന്ധമൊന്നുമില്ല. ഇന്റർനെറ്റില് USA ഡാഷ് അയോവ സ്റ്റേറ്റ് ഡാഷ് ഫെയർഫീൽഡ് ഡാഷ് മഹർഷി മഹേഷ് യോഗീസ് എന്നെന്തെങ്കിലും കൊടുക്കാം. സെർച്ച് കൊടുത്താൽ ഫെയർഫീൽഡിന്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരും. ഒരു 10-40 പേജ്. ആ ഫെയർഫീൽഡില് ആൾമോസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടലുകളേ ഉള്ളൂ. ഏതാണ്ട് എല്ലാ വീടുകളും വാസ്തു പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ഭുതകരമായ വസ്തുത, അമേരിക്കയില് ഒരു വലിയ പട്ടണത്തില് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു പട്ടണം അതാണ്. അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല. കാരണം ഒരു 15 പേരെയോ മറ്റോ പോലീസുകാരായിട്ട് അവിടെ ഇട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അവരെവിടെ പോയാലും ഉറങ്ങുന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഫെയർഫീൽഡിൽ പോലീസുകാരെ ഇട്ടാൽ അവർക്ക് ഉറങ്ങലല്ലാണ്ട് വേറെ ജോലിയൊന്നുമില്ല. അവിടെ കുറ്റം ചെയ്യുന്നവരില്ല, കുറ്റം ചെയ്യിക്കുന്നവരുമില്ല. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ഒരു വരി പറയാറുണ്ട്, ന ദണ്ഡ്യോ നച ദണ്ഡിനഃ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം ന രാജ്യം ന രാജാസീത്. ഒരു രാജ്യമോ ഒരു രാജാവോ ഇല്ല. ന ദണ്ഡ്യോ നച ദണ്ഡിനഃ, ശിക്ഷിക്കുന്നവരും ശിക്ഷിക്കപ്പെടേണ്ടവരും ഇല്ല. ധർമ്മേണ ഇവ പ്രജാ സർവേ, ധർമ്മം കൊണ്ട് പ്രജകള് രക്ഷന്തി സ്മ പരസ്പരം. ഈ ഒരു ഒബ്സർവേഷൻ അവിടെ ചെന്നപ്പോ കാണാൻ സാധിച്ചു. അത് ഫെയർഫീൽഡിൽ 2 ദിവസം താമസിച്ചപ്പോ അവിടെ ഉള്ളവര് ഇത് വിവരിക്കുകയും ഉണ്ടായി. കാരണം വാസ്തു എന്നുള്ളത് ഒരു വശത്ത്, ട്രാൻസഡന്റൽ മെഡിറ്റേഷൻ എന്നുള്ളത് രണ്ടാമത്തെ വശത്ത്, വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളത് മൂന്നാമത്തെ വശത്ത്, നാലാമത്തെ വശത്ത് അവിടത്തെ പൈതൃകം പഠിക്കാനുള്ള, സംഗീതം പഠിക്കാനുള്ള, അതുപോലെ മെസ്സേജ് പഠിക്കാനുള്ള,
അവിടുത്തെ വ്യക്തികളുടെ, വിദ്യാർത്ഥികളുടെ പ്രത്യേക മാനസികാവസ്ഥ, ഈ നാലും കൂടി ചേർത്ത് ആ നഗരം ഏതാണ്ട് ശാന്തമായ ഒരു നഗരമായി മാറിയിരിക്കുന്നു. ഈ വാസ്തു എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തില്, നമ്മളുടെ മനസ്സില് നമ്മളെ ഒത്തിരി സ്വാധീനിക്കാൻ സാധിക്കുന്ന അനവധി ഘടകങ്ങളില് ഒരു ഘടകമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും ഞാൻ മറ്റ് 2 പോയിന്റുകൾ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു. ഒരിക്കലും അത് അന്ധവിശ്വാസമായിട്ടോ ബ്ലൈൻഡ് ആയിട്ടോ അല്ല ഉപയോഗിക്കേണ്ടത്. മറിച്ച് പലപ്പോഴും വാസ്തു ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാസ്തു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാറുണ്ട്. ജ്യോതിഷം തെറ്റിയതുപോലെ, ആയുർവേദം തെറ്റുന്നത് പോലെ വാസ്തു തെറ്റാറുണ്ട്. എന്താ അതിന് കാരണം? പലപ്പോഴും കേരളത്തിൽ വന്ന് വാസ്തുവിദ്യ അപ്ലൈഡ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നവര് തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെങ്കിൽ ആന്ധ്രാക്കാര് വന്നിട്ട് വാസ്തു ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഓർമ്മിക്കേണ്ട വലിയൊരു പോയിന്റ്, കേരളത്തിലെ വാസ്തു അല്ല തമിഴ്നാട്ടിലെ വാസ്തു, തമിഴ്നാട്ടിലെ വാസ്തു അല്ല ആന്ധ്രാപ്രദേശിലെ വാസ്തു, ഈ 3 പ്രദേശത്തെയും വാസ്തു അല്ല മഹാരാഷ്ട്രയ്ക്ക് വേണ്ടത്. എന്താ കാരണം? ഈ സംസ്ഥാനത്തിന്റെ എയർ സർക്കുലേഷൻ, സൺ, സൂര്യന്റെ ഇമ്പാക്ട്, ഇതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഏതു വശത്താണ് സമുദ്രം, ഏതു വശത്താണ് പർവ്വതങ്ങള്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതാത് സംസ്ഥാനത്തിന്, ദേശത്തിന് അനുയോജ്യമായ വാസ്തു രചിക്കപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്. മറ്റൊരർത്ഥത്തില് കേരളത്തിനെ പണ്ടുള്ളവർ കൊടുത്തിരുന്ന പേര് രാമക്ഷേത്രം, തമിഴ്നാടിന് കൊടുത്തിരുന്ന പേര് ഭംഗിയായിട്ട് രാമക്ഷേത്രം, കർണാടകത്തിന് കൊടുത്തിരുന്ന പേര് ഭാസ്കര ക്ഷേത്രം, ആന്ധ്രയ്ക്ക് കൊടുത്തിരുന്ന പേര് ശ്രീനിവാസ ക്ഷേത്രം, ഒറീസയ്ക്ക് കൊടുത്തിരുന്ന പേര് ജഗന്നാഥ ക്ഷേത്രം. കാലാവസ്ഥ, അവിടെയുള്ള വിൻഡിന്റെ മൂവ്മെന്റ്, അവിടെയുള്ള പരിതസ്ഥിതികളെല്ലാം കൂടി ചേർത്തിട്ടാണ് അവിടുത്തെ വാസ്തു ഉണ്ടാക്കുന്നത്, എഴുതിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വന്ന് ചില വാസ്തു എക്സ്പെർട്ടുകൾ വന്ന് പറയും, ഈ ജനൽ ഇവിടെ വെച്ചത് ശരിയായി, അത് ഇവിടെ നിന്ന് മാറ്റി ഇപ്പുറത്ത് വെക്കണം. അപ്പ തുടങ്ങി വീട് ഉടമസ്ഥന്റെ മനസ്സിനകത്ത് ഞെട്ടല്. അവിടെ എങ്ങാനും ഭാര്യ ഇത് കേൾക്കാനുണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെ പോക്കാം. പിന്നെ ആ ജനല് മാറുന്നത് വരെ ആ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല. അതിനു മുമ്പ് വേറൊരു തരത്തിലുള്ള അസ്വസ്ഥത, ഇപ്പൊ ജനലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആ റൂമിന്റെ, ആ വീടിന്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ പാരാമീറ്ററുകളും കേരളത്തിന്റെ വാസ്തുവും കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമായിട്ട് യോജിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് അവിടെ വാസ്തു ആപ്ലിക്കബിൾ ആകുന്നത്. അതല്ലെങ്കിൽ ഈ വാസ്തു അവിടെ ആപ്ലിക്കബിൾ അല്ല. ചൈനയിലെ ഫുങ്ഷോ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് കേരളത്തിൽ മൊത്തം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലതാണോ സാറേ? ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നോർക്ക, വീണ്ടും ഞാൻ ഡോക്ടർ ബി രാമമൂർത്തിയുടെ ഒരു ചെറിയ എക്സാമ്പിൾ പാലക്കാട് പല സദസ്സുകളിൽ പറഞ്ഞത്, ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിക്കാൻ, കേട്ടവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ. 400 രോഗികളില് രോഗം ഭേദമാക്കാൻ അദ്ദേഹം ഇടത്തെ കയ്യില് ഒരു ഗുളിക വെച്ച് വലത്തെ കൈ കൊണ്ട് അമർത്തി പിടിച്ച് കണ്ണടച്ചു മന്ത്രം ചൊല്ലി ഈ കയ്യിലെടുത്ത് ആ ഗുളിക രോഗിയുടെ കയ്യിൽ കൊടുത്ത് പറയാണ്, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും ഭേദമാകും, നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ചെറിയ ഒരു അസുഖം, അത് ഇത് കഴിച്ചാൽ ഭേദമാകും. ഇത് കഴിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ പറയുന്നു. പുറത്ത് പോയിട്ട് ഒരു 15 മിനിറ്റ് ഇരിക്കാൻ പറയുന്നു. അതിനുശേഷം ഇപ്പൊ എങ്ങനെയുണ്ട്? രോഗി പറയും, ഒത്തിരി ആശ്വാസമുണ്ട് സാറേ. എന്താ രോഗിക്ക് കൊടുത്തത്? ഗോതമ്പ് പൊടി പെല്ലറ്റൈസ് ചെയ്തതാ.
അപ്പൊ ഗോതമ്പ് പൊടിയല്ല രോഗം മാറ്റിയത്, ഈ ഗുളിക ഈ ഡോക്ടർ കൊടുത്ത രീതിയും ഡോക്ടറുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതും അതിൽ ഡോക്ടർ കണ്ണടച്ച് ചെയ്തതും അപ്പോളോ ഹോസ്പിറ്റൽ മാതിരി ഒരു ആശുപത്രിക്കകത്ത് അതിപ്രഗത്ഭനായ ഡോക്ടർ രാമമൂർത്തി ഇപ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ആ രോഗി കൊടുത്ത ഫെയ്ത്ത്, FAITH, ആ ഫെയ്ത്താണ് ഈ രോഗം മാറ്റിയത്. നേരെ വാസ്തുവിലേക്ക് വന്നാൽ ചൈനയിലെ ഈ മണിയടിക്കുന്ന സാധനം എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഞാൻ കെട്ടിയതിന് ശേഷം എൻ്റെ വീട്ട് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയി. അപ്പോൾ ഒന്ന് പതുക്കെ ചോദിക്കുക, ഈ സാധനം കെട്ടാൻ എത്ര രൂപ കൊടുത്തു? 1400 രൂപ. അത് തന്നെയാണ് ഈ അസുഖം പോവാൻ കാരണം. ചെറിയ എമൗണ്ട് അല്ല കൊടുത്തതേ. 1400 രൂപ കൊടുത്തപ്പോൾ എന്തെങ്കിലും ഫലം കിട്ടുമെന്ന വലിയ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായ ഫെയ്ത്ത്, വലിയ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായ ആ ഫെയ്ത്താണ്. അത് റിയൽ ഫെയ്ത്ത് ആണോ അല്ലയോ അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതായത് അയാൾ 1400 രൂപ മേടിച്ചെങ്കിൽ അതിനെന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകും. ആ എഫക്റ്റ് അടുക്കളയിൽ കിട്ടിയപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ കലഹവും പോയി. ഭർത്താവിന് എന്നോട് വളരെ ഇഷ്ടമായി. എന്താ കാരണം? 1400 രൂപ ചെലവാക്കിയത് ഞാനാണ്. ഞാൻ ചെലവാക്കിയതിൻ്റെ ഫലം കിട്ടിയില്ല എന്നെങ്ങാനും ഭർത്താവ് പറയോ? ആ ഭയം ഒഴിവാക്കാൻ എന്താ വഴി? ഞാൻ തന്നെ മര്യാദയ്ക്ക് പെരുമാറുക, എന്നിട്ട് ഭർത്താവിനെ കൊണ്ട് നല്ല രീതിയിൽ അപ്രീസിയേഷൻ മേടിക്കുക, എന്നിട്ട് വീട്ടിനകത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പൊ പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് ഇത് കെട്ടിയിട്ടല്ല, നിങ്ങളുടെ ബിഹേവിയർ മാറ്റിയിട്ടാ. അവിടെ സംഭവിച്ചത് നമ്മളുടെ സൈക്കോളജി നമ്മളെ സ്വാധീനിക്കുന്ന ഒന്ന്. അപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, വാസ്തുവിലൂടെ ഈ മാനവരാശി വീട്ടിനകത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ധരിക്കരുത്. മറിച്ച് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ശരിയാണെന്ന് തോന്നുന്നു, മറ്റുള്ളവർക്ക് ചില ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല, നല്ല രീതിയിൽ ചിന്തിച്ച് കേരളത്തിന്റെ വാസ്തു അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് പറയുക, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇന്ന പ്രോബ്ലമാണ്. അതിന് മറ്റെല്ലാ ആൾട്ടർനേറ്റീവും നോക്കിക്കഴിഞ്ഞോ? മോഡേൺ മെഡിക്കൽ സിസ്റ്റം, മോഡേൺ സൈക്കോളജി, മോഡേൺ നോളജ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞോ? എല്ലാം നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? എനിക്ക് വിദ്യാഭ്യാസം തീരെ ഇല്ല. അവിടെ ശ്രദ്ധിക്കണം. കാരണം ഒരു തെറ്റിദ്ധാരണ ഇല്ലിറ്ററേറ്റോ ലെസ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് കൊടുത്താൽ അതൊരു വലിയ ഷോക്കായി മാറാതിരിക്കാൻ ശ്രദ്ധിച്ച് അവിടെ ചെന്ന് പറയാ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇറ്റ് വിൽ വർക്ക്. അവിടെ ചെന്ന് പറയാ, ഇതില് വേറെ പ്രശ്നമൊന്നും നിങ്ങളുടെ വീടിനില്ല. നിങ്ങൾ ഈ ശ്രീകൃഷ്ണന്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കിഴക്കോട്ട് തിരിച്ചു വെക്കുക. ഓ, സമാധാനായി. ശ്രീകൃഷ്ണന്റെ പടം എങ്ങോട്ട് തിരിച്ചു വെച്ചാൽ കൃഷ്ണൻ എന്താ? കൃഷ്ണന് വല്ല പ്രശ്നമുണ്ടോ? കൃഷ്ണൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതിനേക്കാൾ എത്രയോ കടന്നു കഴിഞ്ഞതാ കൃഷ്ണൻ. പിന്നെ ഈ ഗണപതിയെ ഇതിങ്ങനെ പകുതി തൂക്കിയിട്ടിരിക്കുന്ന ശരിയല്ല. ചെതല് പിടിച്ചിരിക്കുന്ന ഗണപതിയുടെ ആ വിഗ്രഹം അത് ശരിയല്ല. അതൊന്ന് ശരിയാക്കാം. നിങ്ങളുടെ വീട്ടില് 11 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചിനേക്കാൾ വലിപ്പമുള്ള ഈ കരിങ്കല്ലിൻ്റെ വിഗ്രഹം പൂജിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതകത്ത് പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തണ്ട. അപ്പം നമ്മൾ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത്? വീണ്ടും ഞാൻ പറയുന്നു, പാലക്കാടിലെ സദസ്സിൽ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച്, ഇതൊന്നും സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. ബട്ട് ഹൗ യു ആർ ഡീലിംഗ് വിത്ത് അപ്ലൈഡ് വാസ്തു ത്രൂ സൈക്കോളജി കൊടുക്കുക. അതായത് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഞാൻ നാളെ വരാം, ഇതൊക്കെ ഇയാൾ ശരിയാക്കി, പിറ്റേ ദിവസം ഇയാൾ ഇരിക്കുകയാണ്, 9 മണിക്ക് കയറി വന്നു, ഇപ്പം എങ്ങനെയുണ്ട്? കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. എങ്ങനെയാ കുറേ വ്യത്യാസം ഉണ്ടായത്? ഒരാള് വീട്ടിനകത്തെ കുറേ കാരണങ്ങൾ മാറ്റി, ആ മാറ്റിയത് ഇയാൾക്ക് ഇഫക്റ്റീവ് ആണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഇൻഫർമേഷൻ കൊടുത്തു. ഏതുപോലെ? പൂജ ചെയ്ത ഒരു ചരടെടുത്ത് കയ്യിൽ കെട്ടുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പോക്ക് ശരിയല്ല. അപ്പോൾ ഭാര്യയോട് പറയാണ്, ഭർത്താവിൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ, ഞാനൊരു നൂല് ജപിച്ച് തരാം, അത് ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടുക. അരയിൽ കെട്ടാൻ ബുദ്ധിമുട്ടാണ്, അയാൾ നിന്ന് തരില്ല, കയ്യിലെങ്കിലും കെട്ടുക. അപ്പോൾ
ഈ കയ്യിൽ കെട്ടിയോണ്ട് എന്താ പ്രയോജനം? അങ്ങനെയല്ല, നോക്കൂ പ്രയോജനം ഉണ്ടോ എന്ന്. നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ കോഴി അറുത്ത് ഹോമിക്കണില്ല, ആടിനെ അറക്കുന്നില്ല, അന്ധവിശ്വാസം ആണിയടിച്ച് തൂക്കാനൊന്നും പറയണില്ല, ശൂലമൊന്നും, വേറെ നെഗറ്റീവ് ഒന്നുമില്ല. ഒരു ചരട് കെട്ടുക, ഭംഗിയായിട്ട് കയ്യിൽ കെട്ടി, തിരുമേനി നല്ല ചന്ദനമൊക്കെ തൊട്ട് തിരുമേനി വന്ന് കയ്യിൽ ഇതൊക്കെ എടുത്തരിച്ച് മാനേകസ്മിന്നാകസ്മാർദ്ദയോർദ്രീഷു പതീർമാസൂരപൂരുഷ പ്രസന്നാർഘ്യമിതം എന്നൊക്കെ പറഞ്ഞ് 4-5 മന്ത്രമൊക്കെ പറഞ്ഞ് കുറച്ച് ഭയമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ. അത് ഈ നൂല് തൊടുമ്പോൾ അറിയുന്നുണ്ട്. നൂല് തൊട്ടാൽ ഭയം ഉണ്ടെന്ന് അറിയില്ല, ഉറപ്പാ. എത്ര കൊങ്കേമനും അറിയാൻ സാധ്യമല്ല. പക്ഷേ ഹൗ യു ആർ എക്സ്പ്രസിങ് ഇറ്റ്, നൂല് തൊടുമ്പോൾ അറിയാം. വെയിറ്റ് കൂടുതലുണ്ട്. നൂലിന് എത്രയാ വെയിറ്റ് ഉള്ളത്? 2.5 ഗ്രാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് കയ്യിൽ കെട്ടുക. ഒരു 15 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. എന്നിട്ട് വ്യത്യാസമുണ്ടോ എന്നൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ മറ്റുള്ളവർ ധരിക്കുക. ഇപ്പം കുഴപ്പമില്ല എന്ന് വരുത്തേണ്ടത് ഇയാളുടെ ഉത്തരവാദിത്വം. ഞാനൊരു തമാശ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നൽകുകയല്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സയൻസ് ഉണ്ട്, സൈക്കോളജിക്കൽ ആൻഡ് ഫെയ്ത്ത് ഹീലിംഗ് ആയിട്ടുള്ളത്. അപ്പം വീട്ടിനകത്ത് നോർമലാക്കി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു. ഇനി ഭംഗിയായിട്ട് വാസ്തു. ചിലപ്പോൾ റിയൽ വാസ്തുവിൽ പ്രോബ്ലം ഉണ്ടാവും. റിയൽ വാസ്തുവിൽ പ്രോബ്ലം ഉണ്ടായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ ആലപ്പുഴ ജില്ലയിലെ കോർഡിനേറ്റർ, പേര് പറയുന്നില്ല, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ 3-4 പേരും കൂടി കയറി ചെന്നു. അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പ്രഭാഷണം ഉണ്ട്. അവിടേക്ക് എത്തുന്നതിന് ഒരു 45 മിനിറ്റ് എത്തിയത് കൊണ്ട് വെറുതെ അവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് ഈ വ്യക്തിയുടെ വീട്ടിൽ കയറിയിരുന്നു. അകത്തേക്ക് കയറിയതും എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും ശരീരത്തിനകത്ത് എന്തോ ഒരു പ്രത്യേക തോന്നല്. 5 മിനിറ്റ് കഴിഞ്ഞു, ചായ കൊണ്ടുവന്നു. ചായ ഞങ്ങൾ കുടിച്ചില്ല, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ചായ കുടിച്ചില്ലെന്ന് ധരിക്കണ്ട, ചായ കുടിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല ഇതിനകത്ത്, ഞങ്ങൾ പോവാണ്. പോയതിന് ശേഷം വിളിച്ച് ഫോണിലൂടെ പറയാം. അവിടെ ചെന്ന് നേരെ വിളിച്ചു പറഞ്ഞു, ഈശാന കോണില് ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട്, മാറ്റണം, ഇൻസ്റ്റന്റേനിയസ്ലി മാറ്റണം. സാറ് എൻ്റെ വീട്ടിനകത്ത് മുറിയിലല്ലേ കയറിയുള്ളൂ, ഈശാന കോണിൽ കെട്ടിയിട്ടുണ്ട്, സാറിന് എങ്ങനെ അറിയാം? ആ വീട്ടിനകത്ത് കയറിയാൽ അറിയാം. തുളസിത്തറയില് കറിവേപ്പില നിൽക്കുന്നു, പാടില്ല. തുളസിത്തറയുടെ തൊട്ട് താഴെ ആര്യവേപ്പ് നിൽക്കുന്നു, മാറ്റണം. മാത്രല്ല വേസ്റ്റുകളെല്ലാം ഇടുന്നത് കന്നിമൂലയില്, അത് നിർത്തണം. ഒരു 6 പോയിന്റ് പറഞ്ഞു. എന്നിട്ട് മൊത്തം പഴയ സാധനങ്ങൾ തൂത്ത് അതിഗംഭീരമായിട്ട് പെയിന്റ് ചെയ്ത് ഒരു 3 ദിവസം ഗണപതി ഹോമം നടത്തുക. അപ്പോഴത്തേക്കും 11 വർഷമായിട്ട് കട്ടിലിൽ കിടക്കുന്ന അച്ഛൻ അപ്പുറത്തേക്കാണോ ഇപ്പുറത്തേക്കാണോ എന്നറിയും 7 ദിവസത്തിനകം. ആ അച്ഛന്റെ ശബ്ദം ആ വീട്ടിനകത്ത് ഒരു അസാധാരണ നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം വെറുതെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഇൻസ്റ്റന്റേനിയസ്ലി 10 ദിവസം കൊണ്ട് ഇത് മുഴുവനും തീർത്തു. ഒരു പൂജ നടത്തി. അച്ഛൻ വളരെ ശാന്തമായിട്ട് 11 വർഷം കട്ടിൽ കിടന്ന അച്ഛൻ മരിച്ചു. ഇതെല്ലാം മാറ്റി ഇന്ന് ഈ 15 ദിവസം കൊണ്ട് 11ാം ദിവസം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. ആ വീട്ടിനകത്ത് പോയാൽ ഒരു അബ്നോർമാലിറ്റിയും ഇല്ല. ഇത് എനിക്ക് നേരിട്ട് ഉപദേശിക്കാൻ സാധിച്ചൊരു കാര്യമാണ്. വാസ്തുവൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ആ വീട്ടിൽ പോയിട്ട് ഭംഗിയായിട്ട് ഞങ്ങൾ ഊണ് കഴിച്ച് പിന്നെ അവിടെ നിന്ന് മറ്റ് പല പ്രഭാഷണങ്ങളിലേക്ക് പോവേണ്ടായി. ചില വീട്ടിനകത്ത് കയറുമ്പോഴറിയാം അസാധാരണമായ അബ്നോർമാലിറ്റി. നമ്മൾ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും അവസാനം വേദമന്ത്രമാണെങ്കിൽ 3 വാക്ക് ഉച്ചരിക്കാറുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി. ഉറപ്പ് 3 മന്ത്രത്തിലൂടെയാണ് വേദമന്ത്രങ്ങളെല്ലാം അവസാനിക്കുക. പുരാണ മന്ത്രങ്ങൾക്ക് അത് വേണം നിർബന്ധമില്ല. ഈ 3 മന്ത്രങ്ങൾ എന്തുകൊണ്ട് ചൊല്ലുന്നു? ആധ്യാത്മിക ശാന്തി, പീസ് ഇൻസൈഡ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ സെല്ലും അതേപോലെ പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിനകത്ത് ശാന്തി ഉണ്ടാകണം.
നിങ്ങളുടെ ശരീരത്തിനകത്ത് പൊട്ടാസ്യത്തിന്റെ അളവ് 2.5 നിന്ന് താഴ്ന്നാൽ ഹാർട്ട് നിൽക്കും, 4.5 അതിൽ നിന്ന് കൂടിയാൽ ഹാർട്ട് നിൽക്കും. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഓരോ ബിന്ദുവും പ്രവർത്തിക്കുന്നത്, ഹാർട്ടാണെങ്കിലും ലങ്സ് ആണെങ്കിലും കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും നാക്കാണെങ്കിലും ചെവിയാണെങ്കിലും സെല്ലുകളാണെങ്കിലും പ്രവർത്തിക്കുന്നത് ഇതിനകത്തൊരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. ആ ബാലൻസിങ് സിസ്റ്റം ശാന്തമല്ലെങ്കിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി വയലന്റ് ആൻഡ് വിറുലന്റ് ആണ്. തലച്ചോറിനകത്ത് ശാന്തിയില്ലാതെ തലച്ചോറിനകത്ത് ഇലക്ട്രിക്കൽ വേവ് വയലന്റ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ അബ്നോർമൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഇൻഡസ്റ്റൈൻ ബേസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുക. തിരിച്ച് വിഷയത്തിലേക്ക് വന്നാൽ, ശരീരത്തിനകത്ത് ഓരോ സെല്ലും പ്രവർത്തിക്കണമെങ്കിൽ ആധ്യാത്മിക ശാന്തി വേണം. തത്തുല്യ പ്രാധാന്യം. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് 26 അടി റേഡിയസില്, എനിക്ക് ചുറ്റും 26 അടി റേഡിയസില് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രത്യക്ഷമായിട്ട് എന്നെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് ചുറ്റും 26 അടി റേഡിയസിനകത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെന്നെ പ്രത്യക്ഷമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് കയറുമ്പോൾ അടുക്കളയിൽ സ്മെല്ല് വരുന്നു, അടുക്കളയിൽ ചെളിയുണ്ട്, അടുക്കളയിൽ കൈതോർത്തിയ തുണി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്, തലേ ദിവസത്തെ പാത്രം കഴുകാതെ വെച്ചിട്ടുണ്ട്, തലേ ദിവസം ഉപയോഗിച്ച തോർത്ത് മൂടിക്കെട്ടിയിട്ട് ശവം വെച്ച മാതിരി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ അടുക്കളയ്ക്കകത്ത് കയറുമ്പോൾ, അടുക്കളയ്ക്കകത്ത് കയറുന്ന വ്യക്തിയുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന അബ്നോർമാലിറ്റി ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ഫോർ ദ ഹോൾ ഡേ. ആ ദിവസം മുഴുവനും നിൽക്കും. അപ്പൊ ആദിഭൗതിക ശാന്തി, ആധ്യാത്മികം ഇൻസൈഡ് യുവർ ബോഡി, ആദിഭൗതികം നിങ്ങൾക്ക് ചുറ്റും. ആദിഭൗതിക ശാന്തിക്ക് വീട്ടിനകത്ത് ഓരോ മുറിയുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, എയർ സർക്കുലേഷൻ, ആ മുറിക്കകത്തുള്ള മാറാല്ല, എത്ര മാറാല്ല ആ വീട്ടിനകത്തുണ്ടോ അത്രയും ഡസ്റ്റ് ബിന്നുകളാണ്, എനർജി ബിന്നുകൾ അതിനകത്തുണ്ട്. നെഗറ്റീവ് എനർജി അതിനകത്ത് കൂമ്പാരമുണ്ട്. അതുപോലെ ആ വീട്ടിനകത്ത് രാവിലെ ഇടുന്ന പാട്ടുകള്, ഒരു മന്ത്രം ഇട്ട് നോക്കുക, ഭഗവത്ഗീത ഇട്ട് നോക്കുക, നല്ല ഉജ്ജ്വലങ്ങളായ ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഇട്ട് നോക്കുക, കരച്ചിലും നെഗറ്റീവും ഇല്ലാത്ത ചില പാട്ടുകൾ ഇട്ട് നോക്കുക. അറിയാതെ നിങ്ങൾ ത്രസിച്ചുല്ലസിക്കുന്നുണ്ടാകും. മാറ്റം വരുത്താൻ സാധിക്കും. വീട്ടില് കസേരകൾ ചിന്നിച്ചെതറി ഇട്ടിരിക്കുന്നത് മാറ്റുക, ടേബിള് ഭംഗിയായിട്ട് ഒതുക്കി വെക്കുക, ടേബിളിനകത്ത് ഇല്ലാത്തത് മുഴുവനും കൊണ്ട് കുത്തി നിറയ്ക്കാതിരിക്കുക. എവിടെയെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നതില്? എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ സ്ഥലത്ത് പൈസ വെക്കരുത്. ചില്ലറയായാലും നോട്ടായാലും ഭാരതീയ കൺസെപ്റ്റില് ഓരോ രൂപയും ശ്രീയാണ്, സ്ത്രീയല്ല ശ്രീയാണ്, ഐശ്വര്യമാണ്, മഹാലക്ഷ്മിയാണ്. പലപ്പോഴും ഭാര്യമാരൊരു കാര്യം ചെയ്യാറുണ്ട്, ജോലിക്കാരന്റെ കയ്യില് സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ കൊടുത്ത് അമ്മച്ചി ബാക്കി കൊണ്ടുവരുന്നത് ഇടത്തെ കയ്യിലെടുത്ത് ഈ സ്റ്റൗവിന്റെ ഇടത് സൈഡിൽ വെക്കും. 10 രൂപ 50 രൂപ. കാരണം അമ്മച്ചിക്ക് ഇന്ന് വരവ് വളരെ കാര്യമായിട്ടുണ്ട്. അത് കാരണം 50 രൂപ കത്തിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് മൂലയ്ക്ക് വെക്കും. ചിലപ്പോ അടുക്കളയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ഉലുവയുടെയും കടുകിന്റെയും കൂട്ടത്തിൽ ആ കാശ് വെക്കുക. അരുത്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിനകത്ത് ഓരോന്നും ചിരിച്ച മുഖഭാവം. കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞ് ഞാൻ കിടക്കയിലിരുന്ന് നാമം ജപിക്കുമ്പോഴെനിക്കറിയാം എൻ്റെ വൈഫിന്റെ മൂഡ് അന്ന് എങ്ങനെ ഉണ്ടെന്ന്. വൈഫിന്റെ അടുത്തേക്കൊന്നും പോവണ്ട. വൈഫ് അടുക്കളയില്, ഞാൻ എൻ്റെ ബെഡ്റൂമില്. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി ഒരു 7 സെക്കൻഡ് കണ്ണടച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നുള്ള വേവ്സ് എനിക്ക് കിട്ടും. അന്ന് എൻ്റെ വൈഫിന്റെ മൂഡ് ശരിയല്ല. പ്രത്യേകിച്ച് സ്ത്രീകളായ സ്ഥിതിക്ക് അവർക്ക് മൂഡ് മാറാൻ വലിയ കാരണമൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടെ രീതിയിൽ അത് മാറും. കുറച്ച് കഴിഞ്ഞ് ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്താൽ, കഥനവെടി പൊട്ടുന്ന മാതിരി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഥനക്കുറ്റി വെറുതെ ഇരിക്കുന്ന മാതിരി ഇരുന്നോളും. ആ പൊട്ടുന്ന സമയത്തൊന്ന് പൊട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആദി ഭൗതിക ശാന്തി. ഓർമ്മിക്കുക, ഒരു വിഷമവും നിങ്ങൾക്കില്ല. നമ്മുടെ വീട്ടിനകത്തെ വാസ്തു ജനലിൻ്റെതല്ല, വാതിലിൻ്റെതല്ല, പലപ്പോഴും കാറ്റിൻ്റെതല്ല, ഫാനിന്റെ മുകളിലുള്ള പൊടി
ടിവിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ നേച്ചർ, അതുപോലെ ആസുരീകമായ ചില ചിത്രങ്ങൾ അത് അബ്നോർമൽ സ്ഥലത്ത് വെച്ചിരിക്കുന്നു. ടേബിളിന്റെ മുകളിലെ അബ്നോർമാലിറ്റി, അടുക്കളക്കകത്ത് കാണുന്ന നെഗറ്റീവുകൾ, ഫ്രിഡ്ജിനകത്ത് കുത്തി പൂർത്തി വെച്ചിരിക്കുന്ന 10-15 ദിവസത്തെ പരിപ്പും സാമ്പാറും പല സാധനങ്ങളും, ഇതാണ് ആ വീട്ടിനകത്തെ നെഗറ്റീവ്. വാസ്തുവിനേക്കാൾ വലിയ നെഗറ്റീവ് ഇതെല്ലാമാണ്. ചിലപ്പോ ചില തുണി തുടച്ചത് അവിടെ വെച്ചിട്ടുണ്ടാകും. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് കഴുകിയാലും പോകാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ തുണി മതി ആ വീട് മൊത്തം കുളമാക്കാൻ. വേൾപൂളിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഫ്രിഡ്ജുണ്ട്, അതിന്റെ പുറകിലൊന്ന് നോക്കിയാൽ മാത്രമേ ചുവട്ടിലൊരു പാത്രത്തില് മാസങ്ങളോളം ചിലപ്പോ വെള്ളം ഉണ്ടാവും. അത് നല്ല കൊതുകിന്റെ വളർത്ത് കേന്ദ്രമാണ്. എല്ലാവരും നോക്കും വീട്ടിനകത്ത് സ്മെല്ല് വരുന്നത് എവിടെ നിന്നാ. എലി ചത്തിട്ടുണ്ടോ? അത് ചാവാറേ ഇല്ല. എലി വീട്ടിനകത്ത് ഉണ്ടെങ്കിലല്ലേ ചാവുള്ളൂ. എലി ചത്തിട്ടില്ല, പൂച്ചയില്ല, ഒരു പ്രശ്നം. പിന്നെ എങ്ങനെ സ്മെല്ല് വരുന്നു? സർവ്വതും നോക്കും. ഫ്രിഡ്ജും തിരിച്ചു നോക്കും. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും, അകത്ത് നോക്കില്ല. അവിടെയാണ് ഒരു പാത്രത്തില് കലശക്കുടം വെച്ചിരിക്കുന്ന മാതിരി മാസങ്ങളോളം പഴക്കമുള്ള ചിരപുരാതനവും നിത്യനൂതനവുമായ വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ സ്മെല്ലിന്റെ സോഴ്സ്. ഇതെല്ലാം വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ഭയങ്കര നെഗറ്റീവായിട്ടൊരു പാട്ട് നിങ്ങൾ ഓഫീസിൽ നിന്ന് കയറി വരുമ്പോൾ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് മാറ്റി വേറെ വല്ലതും വെക്കാൻ പറയും. അതുപോലെ അസാധാരണ നെഗറ്റീവുള്ളൊരു സീൻ, കുത്തി കൊലയും ചോരയും തെറിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ടി വിയിൽ കാണുന്നെങ്കിൽ അത് മാറ്റ്. അപ്പൊ കണ്ണിലൂടെ കിട്ടുന്ന ആ ഒബ്സർവേഷൻ നെഗറ്റീവിലേക്ക് എത്തും. ചെവിയിലൂടെ കേൾക്കുന്ന ഒബ്സർവേഷൻസ് നെഗറ്റീവിലേക്ക് എത്തും. ഈ ശരീരം എന്ന് പറയുന്നത്, ശരീരത്തിനകത്ത് ശരീരത്തിന് ചുറ്റും ആദിദേവതാശാന്തി പ്രകൃതിയെ മുഴുവനും ബാധിക്കുന്നതാണ്. അത്ഭുതകരമായി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. രാവിലെ നിങ്ങൾ എനർജറ്റിക് ആണ്. ആ എനർജി കുറഞ്ഞ് ഉച്ചയ്ക്ക് സൂര്യൻ പീക്കിലെത്തുമ്പോൾ നിങ്ങൾ ഏകദേശം തളർന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ തീരെ വയ്യ. 2-3 പേര് ബാഗും പിടിച്ചോണ്ട് ഇപ്പൊ അകത്തേക്ക് കയറിയത് കണ്ടില്ലേ? രാവിലെ പലരും അകത്തേക്ക് കയറി വളരെ എനർജറ്റിക് ആയിരുന്നു. ഇപ്പൊ പലരും കയറിയത് തീരെ വയ്യ. എന്നാലും ഇയാൾ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാം. ചിദാനന്ദപുരിയുടെ കത്തുന്ന ലെക്ചറാണ് അടുത്തത്. അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ ആ ലെക്ചർ കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷീണത്തോടു കൂടി വരിക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സ്നാക്സും കഴിച്ചിട്ടുണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ട് ക്ഷീണം? സമയം നമ്മളെ സ്വാധീനിക്കുന്നു, സ്ഥലം നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളത് നമ്മളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഏത് കർമ്മം വീട്ടിനകത്ത് ചെയ്യുമ്പോഴും നമ്മൾ സമയം നോക്കാറുള്ളത്, ഈ ജ്യോതിഷത്തില് സെലസ്റ്റിയൽ ബോഡീസിന്റെ സ്ഥാനം നോക്കാറുള്ളത്, സീസൺ നോക്കാറുള്ളത്. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളിൽ നിന്ന് നമ്മളെ നാമാക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നമ്മളുടെ ശരീരത്തിനകത്ത് നന്മകൾ വരുത്താവുന്ന ചേഞ്ചുകൾ വരുത്തുക. ചെവി, കണ്ണ്, നാക്ക്, മനസ്സ് നന്നായിട്ട് ഉപയോഗിക്കാം. അത് തിരിച്ചും ഉപയോഗിക്കാം. നല്ലത് കേൾക്കുക, കേൾപ്പിക്കുക. നല്ലത് കാണുക, കാണിപ്പിക്കുക. നല്ലത് സംസാരിക്കുക, സംസാരിപ്പിക്കുക. നല്ലത് ചിന്തിക്കുക, ചിന്തിപ്പിക്കുക. എളുപ്പമാണല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും 8 കാര്യങ്ങൾ ഒന്ന് ഏറ്റാൽ നമുക്കത് മാറ്റാം. അപ്പൊ ആധ്യാത്മിക ശാന്തി വീട്ടിനകത്ത് ക്ലീനാക്കി വെക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഒരു സൺഡേ ഹോളിഡേ വേണമെന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരല്ല, ചാണക്യനാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തില് നിർബന്ധമായും 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും 45 മിനിറ്റ് സമയം ഈക്വലന്റ് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും 1 മാസം എൻ ലീവ് കൊടുക്കണമെന്നും 10 ദിവസം കാഷ്വൽ ലീവ് കൊടുക്കണമെന്നും, അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരിക്കലോ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്, ഖനികളിലും പട്ടാളത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 2 ദിവസമോ ലീവ് കൊടുക്കണമെന്നും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അകത്തും പുറത്തും ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. അങ്ങനെ ക്ലീൻ ചെയ്താൽ ആദി ഭൗതിക ശാന്തി ഉണ്ടാകാതിരിക്കില്ല. വാസ്തുവിൽ അബ്നോർമാലിറ്റി ഇല്ല. പിന്നെ എന്തുകൊണ്ട് വീട്ടിൽ ശരിയാകുന്നില്ല? സിമ്പിളാണ്. ഒന്ന്, അകത്ത് അക്കോമഡേറ്റ് ചെയ്യാം, നല്ല രീതിയിൽ അത് ഉപയോഗിക്കാം. അതും കൂടി വാസ്തുവുമായിട്ട് ചേർന്നാലേ ഭംഗിയായിട്ട് പോകുള്ളൂ. ഒന്നുകൂടി ഓർക്കാം. ചിലർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, അയാൾക്കും ദേഷ്യം വരും. എന്താ കാരണം?
ഒരു നക്ഷത്രത്തിൽ നിന്ന് മൂന്നാമത്തെ, എട്ടാമത്തെ, 22ാമത്തെ നക്ഷത്രക്കാരൻ അടുത്ത് വരുമ്പോഴാണ് ദേഷ്യം വരുന്നത് പലപ്പോഴും. ഇതെല്ലാം ഗവേഷണം നടത്താവുന്ന, അതുകൊണ്ടാ മുന്നാള് തമ്മിൽ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത്. മൂന്നാമത്തെ നക്ഷത്രക്കാരനടുത്ത് വന്നാൽ അയാള് ശരിയല്ല കേട്ടോ, എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ല. പലപ്പോഴും പുറത്ത് പറയില്ല, അകത്ത് പറയും. 8ാമത്തെ നക്ഷത്രം, തല്ലിപ്പൊടിയൻ. എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ? കണ്ടാൽ എങ്ങനെയാ അറിയാം? നിങ്ങളെ കണ്ട അതിനേക്കാളും കുഴപ്പക്കാരനാണല്ലോ. അപ്പൊ നമ്മുടെ നക്ഷത്രം അത് തന്നെയാ. അപ്പൊ നമ്മുടെ 22ാം നക്ഷത്രം മൃത്യുകണ്ടക. അപ്പൊ ഇതില് ചില പാരാമീറ്റേഴ്സ് നമ്മളെ ആദിഭൗതികമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ മൂന്നും, ആധ്യാത്മികം, ആദിഭൗതികം, ആദി ദൈവതയില് ഏറ്റവും പ്രധാനപ്പെട്ട 2 എൻ്റെ ശരീരത്തിനകത്തെ സൈക്കോളജി ആൻഡ് ഫിസിയോളജി, രണ്ടാമത്തേത് വീട്ടിനകത്തുള്ളത്. അതും വാസ്തവും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഒരു നല്ല ജീവിതം നമുക്ക് സാധിക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ജ്യോതിഷത്തിൻ്റെത്, രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആയുർവേദത്തിൻ്റെത്, മൂന്നാമത് പറഞ്ഞ പോയിന്റ് വാസ്തുവിൻ്റെത്, നാലാമത് പറയാൻ ആഗ്രഹിച്ച ചെറിയ പോയിന്റ്, അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. ചിദാനന്ദപുരി സ്വാമിജി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തുന്നില്ലെങ്കിൽ 15 മിനിറ്റ് കൂടി, എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം അകത്തേക്ക് കയറിയാൽ അബ്രപ്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ വരാമെന്ന് ഇന്നലെയും ഇന്നും അല്പം മുമ്പും ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും സംഗീതം പലപ്പോഴും നമ്മൾ ചിലത് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ വേവ് ലെങ്തിലാണ്. ആ വേവ് ലെങ്തിൽ ഉപയോഗിക്കാത്തത് ഒന്നുകിൽ അതിവൃഷ്ടി അല്ലെങ്കിൽ അനാവൃഷ്ടി. അതിവൃഷ്ടി, അനാവൃഷ്ടി. ഒരു സംസ്കൃതത്തിലെ ശ്ലോകം പറയാറുള്ള നല്ല ഒരു ശ്ലോകം പറയാറുണ്ട്. അതിൽ ഒന്നാമത്തേത് അതിസൗന്ദര്യം സീതായാഹ അതിഗർവം രാവണസ്യ അതിദാനശീലം മഹാബല്യ അതിസർവത്ര വർജയേത്. സീതയുടെ നാശത്തിന് കാരണമായത് സീതയുടെ സൗന്ദര്യമാണ്. മഹാബലിയുടെ നാശത്തിന് കാരണമായത് മഹാബലിയുടെ ദാനശീലമാണ്. രാവണന്റെ നാശത്തിന് കാരണമായത് രാവണന്റെ അഹങ്കാരമാണ്. അപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പരിധിക്കപ്പുറം എന്ത് സംഭവിച്ചാലും അത് പരിണതഫലം നെഗറ്റീവായിരിക്കും. ഭാരതീയ സംഗീതത്തിന്, ഭാരതീയ നൃത്തത്തിന്, ഭാരതീയമായ എക്സ്പീരിയൻസബിൾ നോളജിന് നല്ല സാധന ഉണ്ടാകണം. ആ സാധന ഇല്ലാതെ പാട്ട് പഠിക്കാൻ ഇറങ്ങിയാൽ കുട്ടികളെ കൊണ്ട് കലാതിലകം മേടിപ്പിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്ന ഒരേ ഒരു നല്ല കാര്യം കലാതിലകം കൃഷ്ണാരാമ ഗോവിന്ദ. അത് സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു കലാതിലകത്തിന് വേണ്ടി ഈ കുട്ടിയെ സ്ക്രൂ ചെയ്ത് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എന്തോന്ന് ബൂസ്റ്റ്? പിന്നെ കോംപ്ലാൻ 23 പോഷകങ്ങൾ നൽകുന്നു. അത്ര ആവശ്യമുണ്ടോ? ആവശ്യമില്ലെങ്കിലും കിടക്കട്ടെ അകത്തേക്ക്. എൻ്റെ മകനല്ലേ, അകത്തേക്ക് കിടക്കട്ടെ. പിന്നെ സന്തോഷ് ബ്രഹ്മിയുടെ പഠിച്ചതെല്ലാം ഓർമ്മ വയ്ക്കാൻ സന്തോഷ്. ജീവിതം മൊത്തം ഒട്ടകത്തിനെ പോലെയാണ്. ഇതെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം തൊലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ജോൺസൺസ് പൗഡർ. അപ്പം തൊലി പോയി, ഓർമ്മ വെക്കാനുള്ള ടൂള് കിട്ടി, 23 കോംപ്ലാനും കിട്ടി, എനർജിക്ക് ബൂസ്റ്റും കിട്ടി, പിന്നെ കൊക്കക്കോള ആ ഒരു സാധനവും കിട്ടിയാൽ ബാക്കിയെല്ലാം തീർന്നു. തലമുടി ഒട്ടാതിരിക്കാൻ ഏതോ ഒരു സാധനത്തിൻ്റെ, എന്തായാലും മീശ മാധവൻ്റെ അമ്മച്ചിയുടെ, അതും കൂടി ചേർത്ത തലമുടി ഒട്ടില്ല. ഓരോ പ്രശ്നത്തിനും പരിഹാരം അപ്പം നിങ്ങൾക്ക് തരിക. ഇതെല്ലാം കിട്ടിയിട്ട് സ്വസ്ഥതയുണ്ടോ? ഇതൊന്നും കിട്ടിയിട്ട് സ്വസ്ഥതയില്ല. വളരെ ലാഘവത്തോടുകൂടി എന്നും എവിടെയും ചോദിക്കാറുള്ളൊരു ചോദ്യം, ഇന്ന് നിങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരണോ? വേണ്ട. അരി അരയ്ക്കണോ? വേണ്ട. വേർക്കുമ്പോൾ വിശറി കൊണ്ട് വീശണോ? വേണ്ട. ഫാനുണ്ട. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുള്ളത് കൊണ്ട് തുണി അലക്കണ്ട. എത്ര കാര്യം. മിക്സി ഉണ്ട്. സാമ്പാർ കഴിക്കണമെന്ന് തോന്നിയാൽ സാമ്പാർ പൗഡർ ഇട്ടാൽ സാമ്പാറായി. മുരിങ്ങാക്കോലിടാതെ ആ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചത് വായിലേക്ക് ഒഴിച്ചാൽ കടിക്കുന്ന ജോലി പോലും ഇല്ല.
അത്രയും എളുപ്പത്തിൽ ജീവിതമായിട്ടും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്? സന്തോഷിക്കണമെന്ന് തോന്നുന്നില്ല. മനസ്സ് ചുറ്റുമുള്ള ആധ്യാത്മികം, ആദിഭൗതികം, ആദിദേവതാ ശാന്തികള് നമുക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കാത്തത് കൊണ്ട് സംഗീതവും നൃത്തവും ഈ നല്ല ആധ്യാത്മിക പന്താവിലേക്ക് നമ്മളെ നയിക്കുന്ന ഭൗതിക സംഗീതത്തിന്റെ പന്താവുകൾ പോലും താൽക്കാലികമായിട്ട് ക്യാപ്സ്യൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നാളെ ഈ ഗുളിക നിങ്ങൾ കഴിച്ചാൽ 15 സിനിമാ പാട്ട് പഠിക്കാതെ ഓർമ്മ വരുമെന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂൾ അഡ്വർടൈസ് ചെയ്താൽ നിങ്ങൾ മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഗുരുവിന്റെ അടുത്ത് പോയിട്ട് സംഗീതം പഠിക്കേണ്ട, ഈ ഗുളിക കഴിച്ചാൽ 15 പാട്ട് ഓർമ്മ വരും എന്ന ഒരു അഡ്വർടൈസ്മെന്റില് നമ്മൾ ഷോർട്ട് കട്ട് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒറിജിനാലിറ്റിയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും കിട്ടണമെങ്കിൽ വേദമായാലും മന്ത്രമായാലും അതിൻ്റെ തരംഗ ദൈർഘ്യത്തില് ചൊല്ലണം, പറയണം. വേദം ചൊല്ലുമ്പോൾ നാഭ്യാം ആസീത് യദന്തരിക്ഷം ശീർഷ്ണോർധ്യൗ സമവർത്തതപദ്ഭ്യാം ഭൂമിം ദിശസ്തോത്രാത് തഥാ ലോകാന കൽപ്പയന്ന. ഈ ഒരു രീതിയിൽ പഠിക്കാതെ നാഭ്യാം ആസീത് അന്തരിക്ഷം ശീർഷ്ണോർധ്യൗ സമവർത്തപദ്ഭ്യാം ഭൂമിം ദിശസ്തോത്രാത് തഥാ ലോകാന കൽപ്പയന്ന സപ്താസ്യാസന്ന ഒരു തലമുടി ചൊറിയലും കൂടി കഴിഞ്ഞാൽ വേദം എഴുതിയ ഋഷിവര്യന്മാർക്ക് മനസ്സിലായി നമ്മൾ എഴുതി കൊടുത്തത് യോജിപ്പില്ലാത്ത കൈകളിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിഗഹനമായ ഭാരതീയ ശാസ്ത്രം ആധുനിക സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനിയും സയൻസ് ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു. അത്രയും കാലം അതിൻ്റെ ഏതെല്ലാം നന്മകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അത് ഉപയോഗിക്കുക. അന്ധവിശ്വാസമല്ലാതെ ആരാധ്യനായ സ്വാമി ചിദാനന്ദപുരി പറയാറുള്ള ഒരു വരിയുണ്ട്: നിങ്ങളുടെ യുക്തി, ബുദ്ധി, ശാസ്ത്രവീക്ഷണം ആർക്കും അടിയറ വയ്ക്കരുത്. യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അത് ന്യായവും സമകാലീന പ്രസക്തവും 21ാം നൂറ്റാണ്ടിലെ മനുഷ്യന് അനുയോജ്യവുമാണ് എന്ന് തെളിഞ്ഞ് സയൻസ് അതിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് ബോധ്യം വരുമ്പോൾ ഈ ജ്യോതിഷവും ഈ ആയുർവേദവും ഈ വാസ്തുവും അതിനെ തുടർന്നുള്ളതും അതിഗംഭീരമാണ് എന്ന് മനസ്സിലാകും. അത്രയും കാലം അന്ധവിശ്വാസത്തിൽ ചാടാതെ, ദുരാചാരങ്ങളിൽ കയറിപ്പറ്റാതെ, അമിതമായ ആവേശം ഇല്ലാതെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ ജഗതീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു. പാലക്കാട് എന്ന് വരുമ്പോഴും നിങ്ങളുടെ എല്ലാം മുഖത്ത് കാണുന്ന സന്തോഷം അതെന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഞാനത് സ്മരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ ഇരുന്നത് വാച്ച് നോക്കാതെ, ഒരിക്കലും കൂട്ടുവായ വിടാതെ, ഫാൻ മുകളിൽ കറങ്ങുന്നില്ല, വേർത്തൊലിക്കുന്നുണ്ട് നിങ്ങൾ പലരും. എന്നിട്ടും ഇരിക്കാൻ കാരണം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഉയരുന്നതാണ്. അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഉയരാൻ കാരണം ഈ നാടിൻ്റെ സന്ദേശം മഹത്വമേറിയതാണ്, ഈ നാട്ടിലെ ജനതയും മഹത്വമേറിയതാണ്. അത് രണ്ടും തുല്യം വരുമ്പോഴാണ് രണ്ടും ഫുള്ളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. പാലക്കാട് ഈ കർമ്മം ചെയ്യുന്ന അനവധി വ്യക്തികളുണ്ട്. ആരുടെയെങ്കിലും പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹരിദാസൻ സാറിൻ്റെയും ശങ്കരനാരായണൻ്റെയും അതുപോലെ തന്നെ രവീന്ദ്രൻ സാറിൻ്റെയും വീരരാഘവൻ്റെയും അവരുടെ കൂട്ടത്തിലിരിക്കുന്ന പേര് പറയാത്ത ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്, എന്നും ഓർമ്മിക്കുക, നിങ്ങൾ ആരെന്തു ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ ഭാരതത്തിന്, നിങ്ങൾക്ക് ജന്മം നൽകിയ ആവേശം നൽകിയ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദ വിഗരീയസി എന്ന ആ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ നിലനിർത്താനാണ്. കയ്യടിയോ മാലയോ ബൊക്കയോ പൊന്നാടയോ പത്മശ്രീയോ ഒന്നും പ്രതീക്ഷിക്കരുത്. അമ്മയെ ചികിത്സിക്കുമ്പോൾ, മാതൃഭൂമിയെ ചികിത്സിക്കുമ്പോൾ രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം നമഃ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.